ഹായ് അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമാണെന്ന് കരുതുന്നു. അൽഹംദുലില്ലാ ഞാനും സുഖമായിരിക്കുന്നു. ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ബ്ലാക്ക് ലെമൺ അഥവാ കറുത്ത നാരങ്ങ അറേബ്യൻ ഡിഷുകളിലും കുഴിമന്തിയിലും ഇപ്പോൾ ധാരാളമായി ഉപയോഗിച്ചു വരുന്ന ബ്ലാക്ക് ലെമൺ എങ്ങനെയാണ് പെർഫെക്റ്റായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം എന്നുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. 3 രൂപത്തിൽ ഞാനിവിടെ പരീക്ഷണം നടത്തി നിങ്ങളെ മുമ്പിൽ കാണിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതുപോലെ പച്ച നാരങ്ങയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. പഴുത്ത നാരങ്ങയിൽ ഇത് പെർഫെക്റ്റായിട്ട് വരില്ല. അപ്പോൾ നമുക്ക് പച്ച നാരങ്ങയാണ്. പച്ച നാരങ്ങയാകുമ്പോൾ അതിൻ്റെ തൊലി കുറച്ച് റഫായിട്ടുണ്ടാവും. അപ്പോൾ അതാണ് നമുക്ക് ഇതിന് വേണ്ടി എടുക്കേണ്ടത്. അതിന് വേണ്ടി അത് മുങ്ങിക്കിടക്കുന്ന അളവിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് ഈ നാരങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം നാരങ്ങ അതിലേക്ക് ഇടാൻ കേട്ടോ. നല്ല തിളച്ചതിന് ശേഷം അതിലിട്ട് 1 മിനിറ്റ് നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും നമുക്ക് കുറച്ച് ഐസ് ക്യൂബ് എടുക്കാം. അപ്പോൾ ഇതുപോലെ ഐസ് ക്യൂബ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മുങ്ങിക്കിടക്കുന്ന അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നാരങ്ങ 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അതിൽ ചുടുവെള്ളത്തിൽ നിന്നും 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഈ നാരങ്ങ എടുത്ത് ആ ഐസ് വാട്ടറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഇടാം കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം ഇത് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൽ ഒരു 5 മിനിറ്റ് നേരം വെച്ചതിന് ശേഷം നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ എല്ലാം പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലെ വെള്ളം ഒക്കെ ഒരു തുണിയെടുത്ത് വൃത്തിയുള്ള തുണിയെടുത്ത് നമുക്കത് ഒപ്പി തുടച്ചെടുക്കാം. ഇതുപോലെ ഞാൻ തുടച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ ഞാൻ എല്ലാം തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്തത് എന്താ നോക്കാം. ഇതുപോലെ ആലുവ അടുപ്പിലാണ് ഞാനിപ്പോൾ ഇത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇപ്പുറത്തെ സൈഡിലുള്ള ആ ചെറിയ പോർഷനിൽ ആ സൈഡിലാണ് നമ്മൾ ഇത് റെഡിയാക്കി എടുക്കുന്നത്. ഇതുപോലെ ചകിരിയോ ഇല്ലെങ്കിൽ കത്താൻ കുറച്ച് പച്ചയായിട്ടുള്ള വിറകോ എന്തെങ്കിലും വെച്ച് പുകയ്ക്കണം. എന്നിട്ട് നമ്മൾ ഇതുപോലെ അവിടെ കലം വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ മൂടി വെക്കാം. നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ വെക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ചൂട് അധികമായിട്ട് നാരങ്ങ പൊട്ടി അതിൻ്റെ ഉള്ളിൽ ജ്യൂസൊക്കെ പുറത്തേക്ക് വരും. അതുകൊണ്ടാണ് ഇതുപോലെ പുകയ്ക്കണം. അപ്പോൾ നമ്മുടെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ കുറച്ച് ചകിരിയോ എന്തെങ്കിലും ഉള്ളിൽ വെച്ചിട്ട് പുകയുന്ന പോലെ വെച്ചിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെർഫെക്റ്റായിട്ട് അടിപൊളിയായിട്ട് ബ്ലാക്ക് ലെമൺ ഇവിടെ വെച്ച് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇനി അടുത്തത് എവിടെയാണ് വെക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു ഓപ്പൺ പ്ലേസ് ഉണ്ടാവും. അപ്പോൾ അതെല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ അതിൽ ആ മൂടി എടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് വെറുതെ വെച്ചാൽ ചൂട് അധികമായി പോവും. അപ്പോൾ നമ്മൾ ഇതുപോലെ പാത്രം വെച്ചിട്ട് നാരങ്ങ അതിൽ വെച്ച് കൊടുക്കാം. ഒരുപാട് അങ്ങോട്ട് തള്ളി വെക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ആ തുറക്കുന്ന ഭാഗത്ത് തന്നെ വെച്ചാൽ മതി. എന്നിട്ട് ഇതുപോലെ മൂടി വെക്കാം. ഇത് ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയറായിട്ട് അറിയും. ഇനി ഞാൻ മേലെ ഇപ്പോൾ എല്ലാവർക്കും ഇതുപോലെ പോകാൻ പറ്റിയെന്ന് വരില്ല. എനിക്ക് ഒരു നില വീടായതുകൊണ്ട് ഇങ്ങനെ ഇതുപോലെ ടച്ച് ചെയ്യാൻ പറ്റും പൈപ്പ് കോയിലിനെ. അപ്പോൾ ഈ പുക പോണ സ്ഥലത്തും നമുക്ക് ഇവിടെ വെച്ച് കൊടുക്കാം. അപ്പോൾ പിന്നെ ഈ വേണമെങ്കിൽ ഇതിപ്പോൾ പുക ഒരു സൈഡിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഈ കോയിലിങ്ങനെ വളച്ച് വെച്ച് കൊടുത്തിട്ടുള്ളത്. സ്ട്രൈറ്റ് ആയിട്ടാണെങ്കിൽ അവിടെ ഉള്ളിലോട്ട് ചാടാത്ത മാതിരി എന്തെങ്കിലും വല പോലെയൊക്കെ വെച്ചിട്ട് നമുക്ക് മേലെ വെച്ച് കൊടുക്കാം.
അപ്പോൾ ഞാനിവിടെ ഒരു പേപ്പറല്ല പ്ലേറ്റ് പാത്രം വെക്കാം. അപ്പോൾ എനിക്കിവിടെ വെക്കാൻ സെറ്റായ പാത്രം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാം. ഇതാ താഴെ വീഴാതെ നോക്കണം. വീണാൽ കുഴപ്പമൊന്നുമില്ല, താഴെ ഉണ്ടാവും, അവിടെ നിന്ന് എടുക്കാം. പക്ഷേ ഈ തലക്ക് വെക്കണം. അപ്പോൾ ഇത് വെച്ച് ഞാനൊരു ദിവസം വെച്ചതാണ് കേട്ടോ. ഇതുപോലെ തിരിച്ച് വെച്ച് കൊടുക്കണം ഇടയ്ക്ക്, എന്നാലേ ഉള്ളൂ പുക ആ എല്ലാ സൈഡിലും പെർഫെക്റ്റായിട്ട് പുക തട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ കൊടുക്കുന്ന പുകയ്ക്കും നമ്മൾ റിസ്ക് എടുക്കുന്നതിനനുസരിച്ചിട്ട് അത് റെഡിയായി കിട്ടുക. ഇത് 2 ദിവസത്തിലും റെഡിയാക്കി എടുക്കാം, 3 ദിവസത്തിലും റെഡിയാക്കി എടുക്കാം, 1 ദിവസത്തിലും ആക്കാം. അത് നമ്മുടെ സൗകര്യമാണ്. ഇതുപോലെ ഇതിപ്പോൾ എനിക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. എനിക്കിപ്പോൾ ഇത് 3 ദിവസത്തിൽ ഞാൻ റിസ്ക് ഒന്നും എടുത്തിട്ടില്ല. കുക്കിംഗ് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ പുകച്ച് വെച്ചിട്ടാണ് ഞാൻ റെഡിയാക്കി ഇതാക്കണ്ട. പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. കരിയോ ഒന്നുമില്ല. ഞാൻ വിചാരിച്ചു ഇതെങ്ങനെ ഇപ്പോൾ ചോറിലിട്ട് വെക്കാൻ പറ്റുമോ ഇതുപോലെ പുക പിടിച്ചിട്ട്. പക്ഷേ നാരങ്ങൻ്റെ മേലെ പുകയോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. കരി നമ്മൾ കയ്യിൽ തട്ടണ പോലെയൊന്നുമില്ല. ഇതിപ്പോൾ അതുപോലെ ഇവിടെ കുറച്ച് 1 ദിവസം കൂടി ലേറ്റാവും. കാരണം താഴത്ത് അത്രത്തോളം ചൂട് ഇവിടേക്ക് വരില്ല. പക്ഷെ പുക നന്നായി വരും. പിന്നെ അത് ഉണങ്ങി കിട്ടുമ്പോഴത്തേന് 1 ദിവസം കൂടി ലേറ്റാവും. പക്ഷെ അതുകൊണ്ട് കുഴപ്പമില്ല. എന്നാലും നമുക്ക് വീട്ടാവശ്യത്തിനല്ലേ. ഇപ്പോൾ നാരങ്ങ ചെടി വീട്ടിലുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇതുപോലെ തയ്യാറാക്കി എടുക്കുന്നതൊക്കെ നല്ലതായിരിക്കും. അപ്പോൾ ഞാനത് തിരിച്ച് വെച്ച് പിറ്റേ ദിവസം എടുത്തപ്പോൾ കണ്ടോ, കറക്റ്റായിട്ട് കളറൊക്കെ ചേഞ്ചായി പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നല്ല ഈസിയാണ്. ഇപ്പോൾ താഴെ വെക്കണിലേറെ ഈസിയാന്ന് തോന്നുന്നുണ്ട്. ഇവിടെയും ബാക്ക് സൈഡിലൊക്കെ വെച്ചാൽ നമുക്കത് കരിഞ്ഞു പോകുന്നോ അങ്ങനെ ടെൻഷനൊന്നുമില്ല. കറക്റ്റായിട്ട് പുക തട്ടി കുറച്ച് 3 ദിവസത്തിൽ 4 ദിവസം എടുത്താലും കുഴപ്പമൊന്നുമില്ലല്ലോ. അത് എന്തായാലും നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള അത്രയും നാരങ്ങ നമുക്ക് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഇനി ബാക്ക് സൈഡിൽ വെച്ചത് നമുക്കൊന്ന് എടുത്ത് നോക്കാം കേട്ടോ. ഇത് കണ്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതൊക്കെ ലൈവായിട്ടാണ് കാണിക്കുന്നത്, ഇത് എങ്ങനെ ചെയ്യുന്നതെന്ന്. അപ്പോൾ കണ്ടോ ഇതിപ്പോൾ ഒന്ന് തിരിച്ച് വെച്ച് കൊടുക്കുക. ഇത് ഇടയ്ക്ക് നമ്മളിതുപോലെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയില്ല ചിലപ്പോൾ, ഇല്ലെങ്കിൽ ഒരു സൈഡ് അങ്ങനെ കരിഞ്ഞ് ഒരു സൈഡ് പുക പിടിക്കാതെ അങ്ങനെയൊക്കെ നിൽക്കും കളർ. അപ്പോൾ ഇതുപോലെ എല്ലാം തിരിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. പിന്നെ പിറ്റേ ദിവസം വന്നിട്ട് ഇപ്പോൾ അത് എടുത്ത് നോക്കാം. ഇപ്പോൾ ഞാൻ എടുത്ത് നോക്കാം കേട്ടോ. ഇത് കണ്ടോ. കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നീറ്റായിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് എത്ര ലെമൺ വേണമെങ്കിലും ഇതുപോലെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അതിന് പ്രത്യേകിച്ച് റിസ്ക് ഒന്നും എടുക്കേണ്ട കാര്യമില്ല. നമുക്ക് ഒരു വട്ടം ഉണ്ടാക്കുമ്പോൾ അതൊരു ഐഡിയ കിട്ടും, പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. നാളെ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ്. അസ്സലാമു അലൈക്കും.